മാനന്തവാടിയിൽ ജനവാസ മേഖല ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഈ ഉത്തരവ്. ഇതിനായി RRT സംഘവും വെറ്ററിനറി സംഘവും തയ്യാറായി നിൽക്കുകയാണ്. കുങ്കിയാനകളായ വിക്രത്തെയും സൂര്യനെയും ഈ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടും. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ നടപടികളെല്ലാം നടക്കുക. ഇപ്പോൾ 24 വാർത്താ സംഘവും ഈ മേഖലയിൽ തുടരുന്നുണ്ട്. സുജിത് അയ്യപ്പത്തും സജോ ദേവസ്യയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സജോയിലേക്ക് പോകുന്നു. സജോ, ഈ കൃത്യമായൊരു പ്രദേശത്തേക്ക്, അതായത് സൗകര്യപൂർവ്വമുള്ള ഒരു പ്രദേശത്തേക്ക് ആനയെ എത്തിക്കുക, പിന്നീട് മയക്കുവെടി വെക്കുക, ഇതാണോ അടുത്ത പ്ലാൻ ഓഫ് ആക്ഷൻ? ഇപ്പോൾ നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താ? പ്രജിൻ, നിലവിൽ ആന നിലയുറപ്പിച്ച സ്ഥലത്തോട് ചേർന്ന് തന്നെ ഈ ദൗത്യം നടത്തുക എന്നതാണ് ഇപ്പോഴത്തെ ആലോചന. കാരണം മറ്റെങ്ങോട്ട് നീങ്ങിയാലും നഗരമേഖലയാണ്, കൂടുതൽ വീടുകളും ജനവാസവും ഒക്കെയുള്ള മേഖലയാണ്, ആളുകളുടെ സാന്നിധ്യമുണ്ട്. നഗരത്തിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ആളുകളെ ഒരു പരിധിവരെയൊക്കെ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ആളുകളുടെ സാന്നിധ്യം സ്വാഭാവികമായി തന്നെ ഈ പ്രദേശത്തെല്ലാം ഉണ്ട്. ഇതൊരു ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. തൊട്ടു ചേർന്ന് മണ്ണ് നികത്തിയ ഒരു ഗ്രൗണ്ട് പോലെയുള്ള പ്രദേശവുമുണ്ട്. അവിടെ തന്നെ ആയിരിക്കും ഈ ദൗത്യത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം. പക്ഷേ അത് എപ്പോൾ വേണം എന്നത് സംബന്ധിച്ച് ദൗത്യസംഘമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ആദ്യം നേരത്തെ വാക്കാലോട് നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ കൂടിയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെയും ഉത്തരവ് ഔദ്യോഗികമായി രേഖാമൂലം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൗത്യസംഘത്തിൻ്റെ ഒരു വിവേചനാധികാരമുണ്ട്. ആദ്യം ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുക പരിസരത്ത് എന്നതാണ്. ഇതൊരു നഗരമേഖലയാണ്, വലിയ ജനസാന്ദ്രതയുള്ള മേഖലയാണ്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, വാഹനങ്ങൾ പോകുന്നുണ്ട്, ആളുകളുടെ വലിയ സാന്നിധ്യമുണ്ട്, ഇത് കാണാനെത്തിയ ആളുകളൊക്കെയുണ്ട്, അങ്ങനെ വലിയ സാന്നിധ്യമുണ്ട്. അതെല്ലാം ആ മേഖലയിലെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 2 കുങ്കിയാനകളെയും മുത്തങ്ങയിൽ നിന്ന് വിക്രം, സൂര്യ എന്നിങ്ങനെ 2 കുങ്കിയാനകളെ, നിരവധി ദൗത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള 2 കുങ്കിയാനകളെ കൂടി സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും തണ്ണീർക്കൊമ്പൻ ഈ പ്രദേശത്ത് തന്നെ നേരത്തെ നിലയുറപ്പിച്ചിരുന്ന മാനന്തവാടി നഗരത്തോട് തന്നെ ചേർന്നുള്ള ഒരു ചതുപ്പ് പ്രദേശമാണ്, വാഴത്തോട്ടമൊക്കെയുള്ള. അവിടെ ഒരു 2-3 വാഴയൊക്കെ പറിച്ചു തിന്ന് അവിടെ തന്നെ തണ്ണീർക്കൊമ്പൻ സ്വസ്ഥമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ശാന്തപ്രകൃതം ഇതുവരെ കൈവിട്ടില്ല. ഇടയ്ക്ക് കൂടുതൽ വീടുകളുള്ള ഒരു പ്രദേശത്തേക്ക് ഒന്ന് മാറിയെങ്കിൽ പോലും ശാന്തപ്രകൃതം ഇതുവരെ കൈവിട്ടിട്ടില്ല. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ ഏറ്റവും ചൂടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് അതായത് ഇതിന് പറ്റിയൊരു കാലാവസ്ഥ, ആരോഗ്യസ്ഥിതി, കുറേ ദൂരം യാത്ര ചെയ്തൊക്കെ വന്നു. അങ്ങനെ ആനയെ ഒന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. അത് ദൗത്യസംഘം അക്കാര്യത്തിൽ ദൗത്യസംഘം കൃത്യമായി അത് സംബന്ധിച്ചൊരു വെറ്റിനറി ടീമിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മയക്ക് വെടിയിലേക്ക് കടക്കുക. അതിന് മുൻപ് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് കുറച്ചുകൂടി സമയമെടുക്കും. ഇപ്പോൾ തന്നെ 9 മണിക്കൂറിലധികം പിന്നിട്ടു. ഇത്രയധികം ദൂരം യാത്ര ചെയ്ത് മാനന്തവാടിയിലേക്ക് എത്തിയിട്ട് രാവിലെ 6 മണിയോടുകൂടിയാണ് ആനയെ ആദ്യമായി കാണുന്നത്. ആ സമയം കഴിഞ്ഞ് ഇത്രയധികം സമയം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും സമയവും ഈ പ്രദേശത്തൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ദൗത്യത്തിലേക്ക് കടക്കുക എന്നത് അങ്ങനെ ഒരു തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. സമയമെടുത്ത് തന്നെ ദൗത്യം പൂർത്തീകരിക്കുക എന്നാണ് ഇപ്പോൾ ദൗത്യസംഘത്തിൻ്റെയും ഒക്കെ ഒരു നിലപാട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഉത്തരവ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ദൗത്യസംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വിവേചനാധികാരമാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി, നിലവിലെ സാഹചര്യമൊക്കെ അവർ നിരീക്ഷിക്കും. കുങ്കിയാനകളെ അടുത്തേക്ക് എത്തിക്കും. ഒപ്പം ഈ സമയം കുറച്ചുകൂടി വെയിൽ താന്നിട്ടാണെങ്കിൽ ദൗത്യം കുറെ കൂടി എളുപ്പമാകും. ഒപ്പം എല്ലാ തരത്തിലും വലിയ ജനവാസ മേഖല ആണ് ചുറ്റുവട്ടത്തെല്ലാം ഉള്ളത്. അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ആന ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തരാകുന്ന സാഹചര്യം, ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാതിരിക്കുക, അതൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ദൗത്യത്തിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഈ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് നീക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന് കൃത്യമായ റിപ്പോർട്ട് ഇവിടെ നിന്ന് നൽകിയിരുന്നു. അതുകൊണ്ട് അതും ഈ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. നേരത്തെ ഹാസനിൽ ബേലൂർ ഡിവിഷനിൽ നിന്ന് അവിടെ കാപ്പിത്തോട്ടത്തിൽ സ്ഥിരമായി ഇറങ്ങുന്നു. പക്ഷേ അപ്പോഴും അക്രമകാരിയല്ല എന്നതുകൊണ്ടാണ് നാഗർഹോള വനമേഖലയിൽ തുറന്നു വിടുന്നത്. പിന്നീട് അവിടെ നിന്ന് ദീർഘമായ കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് മാനന്തവാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ഒരു 10-12 കിലോമീറ്റർ ദൂരമുണ്ട് വനാതിർത്തിയിലേക്ക് തന്നെ എത്തണമെങ്കിൽ. അത് പക്ഷേ റേഡിയോ കോളർ ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നുള്ള സിഗ്നലുകളൊക്കെ കർണാടകയ്ക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് കടന്നപ്പോൾ അത് സംബന്ധിച്ച അറിയിപ്പുകൾ കേരളത്തിലെ വനംവകുപ്പിന് കൈമാറിയിരുന്നോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അതും പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സിഗ്നലൊക്കെ കൃത്യമായി അവർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നതാണ്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിയിട്ടും നാട്ടുകാർ തന്നെ അറിയിച്ചിട്ട് കേരള വനംവകുപ്പ് പറഞ്ഞതെന്ന ചോദ്യമൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴേതായാലും ദൗത്യത്തിനാണ് പ്രധാന പരിഗണന. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ദൗത്യം പൂർത്തീകരിച്ച് നേരെ ബന്ദിപ്പൂർ മേഖലയിലേക്ക് കൊണ്ടുപോകും. അവിടെ പക്ഷേ തുറന്നു വിടുമ്പോൾ പൂർണ്ണമായും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങിയാൽ ഉടൻ തന്നെ അത് പൂർണ്ണമായും അതിനുശേഷം കർണാടക വനംവകുപ്പുമായുള്ള ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത് ചെയ്യുക. അവിടുത്തെ കർണാടകയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള കർണാടക റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് ബന്ദിപ്പൂർ വനമേഖല. അങ്ങോട്ടേക്കായിരിക്കും എത്തിക്കുക, അവിടെ തുറന്നു വിടുക എന്നതാണ്. അത് പൂർണ്ണമായും അവരുടെ സാന്നിധ്യത്തിലായിരിക്കും. ആ പ്രോട്ടോക്കോളും മറ്റും പൂർത്തീകരിച്ച് ആനയെ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും തുറന്നുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. അത് പൂർണ്ണമായും അവർ തന്നെ പിടികൂടി വനത്തിൽ തുറന്നുവിട്ട റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിച്ചിരുന്ന ഒരു ആന എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ ബന്ദിപ്പൂരിൽ എത്തിച്ച് തുറന്നുവിടുക എന്നുള്ളത്. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഏക കാര്യം ദൗത്യ നിർവഹണം മാത്രമാണ്. അത് എങ്ങനെ വേണം, എപ്പോൾ വേണം എന്നത് ദൗത്യസംഘം തന്നെയാണ് അതിനകത്തൊരു അന്തിമമായി തീരുമാനമെടുക്കുക. വയനാടിനെ സംബന്ധിച്ച് കേരളത്തിലെ
ഏറ്റവും കൂടുതൽ ദൗത്യങ്ങൾ വയനാട്ടിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്, വയനാട് കേന്ദ്രീകരിച്ചുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ഏത് വന്യമൃഗത്തിൻ്റെ കാര്യത്തിലായെങ്കിലും. അതുകൊണ്ട് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലും അനുഭവ സമ്പത്തിൻ്റെ കാര്യത്തിലും ഇക്കാര്യത്തിലെ വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കുറവില്ല. അവർക്ക് അത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ആ പ്രോട്ടോകോൾ കൂടി പാലിച്ച് ആനയെ കൃത്യമായി നിരീക്ഷിച്ച് ഇനിയിപ്പോൾ ആ ദൗത്യം മാത്രമാണ്. ആളുകൾ നേരത്തെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു, കുറേയധികം സമയം ഇവിടെ പിന്നിട്ടല്ലോ എന്ന വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെയുള്ള ആളുകൾ നേരിട്ടിരുന്നു. അതെല്ലാ കാര്യങ്ങളും എല്ലാ വശവും പരിശോധിച്ച് പ്രാദേശികമായി ഇവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ടുകൾ കൂടി CCFൻ്റെ മറ്റുമൊക്കെ റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അന്തിമമായ ഒരു തീരുമാനം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എടുത്തത്. ആ ഉത്തരവ് ലഭ്യമായിട്ട് യഥാർത്ഥത്തിൽ അധികം സമയം പിന്നിട്ടിട്ടില്ല. കുറച്ച് സമയം പിന്നിട്ടെങ്കിൽ കൂടിയും ഒരുപാട് സമയം പിന്നിട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ മറ്റെങ്ങോട്ടും നീങ്ങുന്നില്ല. ഇവിടെ തന്നെ ഈ വാഴത്തോട്ടത്തിൽ തന്നെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റു കുറച്ച് വാഴയും കുറച്ച് വരുന്ന വഴിക്കൊക്കെയുള്ള ഇതുപോലെ വാഴ, തെങ്ങ്, അങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ വലിച്ച് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതൊഴിച്ചാൽ മറ്റു വലിയ നാശനഷ്ടങ്ങളൊന്നും ആന സൃഷ്ടിച്ചിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വനംവകുപ്പിനെയും അവർക്കും ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു കാര്യം. ഒരിക്കലും